പറയാൻ പോകുന്നത് നമ്മുടെ നാട്ടിലെ ഒരു MLA-യുടെ അവസ്ഥയെക്കുറിച്ചാണ്. ആദ്യം ഈ ഫോട്ടോ ഒന്ന് നോക്കൂ. ഇന്നത്തെ മനോരമ, മാതൃഭൂമി ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ വന്നതാണ്. കഴിഞ്ഞ ദിവസം ചോർന്നൊലിക്കുന്ന വീട്ടിനുള്ളിലേക്ക് കാലെടുത്ത് വെച്ച് വീണ് നല്ല പരിക്കുപറ്റി വിശ്രമത്തിലാണ് നാട്ടികയിൽ നിന്നുള്ള നിയമസഭാംഗം CC മുകുന്ദൻ. ഈ വീടാകട്ടെ ജപ്തി ഭീഷണിയിലുമാണ്. കൂനിന്മേൽ കുരു എന്ന് പറയുന്നത് പോലെ പാർട്ടിയുമായും അത്ര രമ്യതയിലല്ല അദ്ദേഹം. കഴിഞ്ഞയാഴ്ച മുകുന്ദൻ MLA വാർത്തകളിൽ ഇടം പിടിച്ചത് പാർട്ടിയുമായി നടന്ന ചില അഭിപ്രായ ഭിന്നതകളുടെ പേരിലാണ്. ഗവൺമെന്റ് ആശുപത്രി റോഡിന് സമീപമുള്ള 5.5 സെന്റിലാണ് CPI-കാരനായ MLA-യുടെ കൊച്ചുവീട്. ചോർച്ചയുള്ള വീട് എന്ന് പറയാം. മുൻപ് ഇതൊരു കുടിലായിരുന്നു. മകളുടെ വിവാഹത്തിനായി കാരമുക്ക് സഹകരണ ബാങ്കിൽ നിന്ന് 10 വർഷം മുൻപ് 6 ലക്ഷം രൂപ വായ്പയെടുത്തു. തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു തവണ വായ്പ പുതുക്കി. ഇപ്പോൾ കുടിശ്ശിക 18.75 ലക്ഷമായി. ജപ്തിക്കാര്യം അറിയിച്ച ബാങ്കുകാർ പലതവണ കത്തയച്ചു. MLA ആയതിനാൽ ബാങ്കുകാരുടെ ഔദാര്യം എന്നേ പറയേണ്ടു. ജപ്തി നടപടി തൽക്കാലം നടക്കുന്നില്ല എന്ന് മാത്രം. ഇതിനിടെ വീടിനുള്ളിൽ കെട്ടിക്കിടന്ന മഴവെള്ളത്തിൽ തെന്നി വീണ് MLA-യുടെ വലതുകാലിന് ബുധനാഴ്ച ഗുരുതര പരിക്കുമേറ്റു. VS അച്യുതാനന്ദന് അന്ത്യാഭിവാദ്യം അർപ്പിച്ച് അർദ്ധരാത്രിയോടെ വീട്ടിൽ തിരിച്ചെത്തിയതാണ്. കിടപ്പുമുറിയാക്കിയ ഹാളിലേക്ക് കടന്നതും തെന്നി വീഴുകയായിരുന്നു. പ്രധാന വാതിൽ തുറന്ന് ഹാളിനുള്ളിൽ പ്രവേശിച്ച MLA തറയിൽ വെള്ളം കിടന്നതറിയാതെ വീണു. 2 ആഴ്ചത്തെ പൂർണ്ണ വിശ്രമമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. MLA ആയപ്പോൾ വീടൊന്ന് പുതുക്കണമെന്ന് കരുതിയെങ്കിലും വാങ്ങിയ കാറിന്റെ തിരിച്ചടവുണ്ട്. മാസം 30,000-ഓളം രൂപ ലോൺ അടയ്ക്കേണ്ടി വരുന്നുമുണ്ട്. ഇതോടെ കാറെടുത്തതിൽ ദുഃഖിതനാണ് ഇപ്പോൾ MLA. ആ പൈസ കൊണ്ട് വീട് നന്നാക്കിയാൽ മതിയായിരുന്നുവെന്ന് എപ്പോഴും തോന്നും. അന്തിക്കാട് ചെത്ത് തൊഴിലാളി സഹകരണ സംഘത്തിലെ ഓഫീസ് അസിസ്റ്റന്റായിരുന്നു മുൻപ് CC മുകുന്ദൻ. പാർട്ടി പരിപാടികൾക്കും സമരങ്ങൾക്കും നിരന്തരമായി പങ്കെടുത്തതിനാൽ തുടർച്ചയായി അവധിയെടുക്കേണ്ടി വന്നത് പിരിഞ്ഞുപോകാൻ നേരം കിട്ടേണ്ട ആനുകൂല്യത്തെ ബാധിക്കുകയും ചെയ്തു. ഇതിനിടെ സ്വന്തം പാർട്ടിയുമായും നല്ല ബന്ധമല്ല ഇപ്പോൾ MLA-ക്ക്. ഇരിങ്ങാലക്കുടിയിൽ നടന്ന CPI തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ കൗൺസിലിൽ നിന്നും CC മുകുന്ദനെ ഒഴിവാക്കി. പ്രാദേശിക വിഷയങ്ങളിൽ പാർട്ടിക്ക് വിധേയനാകുന്നില്ല, നവകേരള സദസ്സിൽ പോലീസിനെതിരായ പരസ്യ വിമർശനം ഉന്നയിച്ചു എന്നിവയൊക്കെ ചൂണ്ടിക്കാണിച്ച് 8 മണ്ഡലം കമ്മിറ്റികളിലെ പ്രതിനിധികൾ അദ്ദേഹത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തുകയായിരുന്നു. പിന്നാലെയാണ് ജില്ലാ കൗൺസിലിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയത്. പാർട്ടിയിൽ തന്നെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമം നടന്നുവെന്ന് ആരോപിച്ച അദ്ദേഹം അഴിമതിക്കാരനായ PA തൻ്റെ ഒപ്പിട്ട് പണം തട്ടാൻ ശ്രമിച്ചപ്പോൾ പാർട്ടി അയാൾക്ക് പൂർണ്ണ സംരക്ഷണം ഒരുക്കിയെന്നും വെളിപ്പെടുത്തിയിരുന്നു. വിഷയം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പലതവണ നേതൃത്വത്തെ സമീപിച്ചിട്ടും ഇടപെടൽ ഉണ്ടായില്ല എന്നും MLA വ്യക്തമാക്കുന്നു. ഇതിനിടെ പാർട്ടി ജില്ലാ ഘടകത്തിൽ നിന്ന് ഒഴിവാക്കിയതിന് പിന്നാലെ പല പാർട്ടികളിൽ നിന്നും തന്നെ ക്ഷണിച്ചെന്നും തുറന്നു പറഞ്ഞിട്ടുണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് MLA. CPM, BJP, കോൺഗ്രസ് ജില്ലാ നേതാക്കൾ വാട്സാപ്പിലൂടെ തന്നെ ബന്ധപ്പെട്ടുവെന്നാണ് മുകുന്ദൻ പറഞ്ഞത്. എന്നാൽ അരനൂറ്റാണ്ടായി പ്രവർത്തിക്കുന്ന പാർട്ടിയിൽ തുടരുമെന്ന നിലപാടിലാണ് ഇപ്പോഴും ഈ MLA. തൻ്റെ പ്രശ്നങ്ങൾ പാർട്ടി ഇടപെട്ടാൽ തീരാവുന്നത് മാത്രം. എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി താൻ പാർട്ടിക്ക് പരാതി നൽകിയെന്നും ഇപ്പോൾ ഒന്നും ചിന്തിക്കാൻ നേരമില്ല എന്നുമൊക്കെയാണ് MLA പറയുന്നത്. അതേസമയം പാർട്ടി MLA-ക്കെതിരെയാണെന്നുള്ള വ്യാഖ്യാനങ്ങൾ തെറ്റാണ് എന്നാണ് ജില്ലാ നേതൃത്വം പറയുന്നത്. CPI ഭരണഘടനയനുസരിച്ച് നിലവിലെ കമ്മിറ്റിയിലെ 20% പേരെ ഒഴിവാക്കി. പകരം 20% പേരെ പുതിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണം. ഏകകണ്ഠമായാണ് മുകുന്ദൻ ഉൾപ്പെടെ 11 ജില്ലാ കൗൺസിൽ അംഗങ്ങളെ ഒഴിവാക്കിയത്. എന്നാൽ തൻ്റെ മുൻ പേഴ്സണൽ സ്റ്റാഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒഴിവാക്കിയത് എന്ന നിലയിൽ മുകുന്ദൻ്റേതായി വന്ന വാർത്തകൾ ശരിയല്ല. മുകുന്ദൻ്റെ PA-യുടെ പേരിൽ ആരോപണം ഉയർത്തിയത് യൂത്ത് കോൺഗ്രസുകാരാണ് എന്നും MLA-ക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞു തിരുത്താൻ സാധിക്കുന്നതുമാണെന്നാണ് നേതൃത്വത്തിൻ്റെ വിശദീകരണം. ചുരുക്കത്തിൽ നമ്മൾ ഇന്നോളം കണ്ടുവന്ന രാഷ്ട്രീയക്കാരിൽ നിന്ന് എല്ലാം കൊണ്ടും വ്യത്യസ്തനാവുകയാണ് നാട്ടികയുടെ MLA CC മുകുന്ദൻ. പാർട്ടി ഇറക്കി വിട്ടില്ലെങ്കിലും ബാങ്ക് സ്വന്തം വീട്ടിൽ നിന്ന് ഇറക്കി വിടരുതേ എന്ന ഒരൊറ്റ ചിന്ത മാത്രമേ ഇപ്പോൾ അദ്ദേഹത്തിനുള്ളൂ. MLA ആയാൽ ധാരാളം പണം ഉണ്ടാക്കാമെന്ന് കരുതുന്നവരിൽ നിന്നും വ്യത്യസ്തനുമാണ് ഈ MLA.